മക്കളെ, സസ്യകോശം ജന്തുകോശം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിനെ ജസ്റ്റ് നമുക്കൊന്ന് റീകോൾ ചെയ്താലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സസ്യകോശവും ജന്തുകോശവും തമ്മിൽ കുറെ സാമ്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ കുറെ വ്യത്യാസങ്ങളും ഉണ്ട്, കുറെ ഡിഫറൻസും ഉണ്ട്. എന്തൊക്കെയാണ് സാമ്യങ്ങൾ? അത് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. കോശത്തിനുള്ളിൽ പ്രധാന കോശാംഗമായി ന്യൂക്ലിയസ് ഇവിടെ രണ്ടിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് സസ്യകോശത്തിലാണെങ്കിലും ജന്തുകോശത്തിലാണെങ്കിലും ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ കോശസ്തരം, കോശദ്രവ്യം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയൻ, റൈബോസോം, ഫേനം എന്നിവയും ഉണ്ട്. അതായത് ഇവർക്ക് രണ്ടുപേരുടെയും സാമ്യങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ പ്രസൻസ് ആണ്. എന്തിൻ്റെയൊക്കെയാണ്? ഒന്ന് ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ട് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയൻ, റൈബോസോം ആൻഡ് വാക്യൂൾ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കണം. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന കോശസ്തരത്തിന് പുറമെ സസ്യകോശങ്ങൾക്ക് ഒരു കോശഭിത്തിയുണ്ട്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സസ്യകോശങ്ങളിൽ ക്ലോറോപ്ലാസ്റ്റുകളുണ്ട്, പക്ഷെ അത് ജന്തുകോശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇനി അതിന്റെ കൂടെ തന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സസ്യകോശത്തിലെ ഫേനം, അതായത് നമ്മൾ വാക്യൂൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിന് വലിപ്പം കുറച്ച് കൂടുതലാണ്. അതായത് ജന്തുകോശത്തിനേക്കാളും സസ്യകോശത്തിലെ ഫേനം അല്ലെങ്കിൽ വാക്യൂളിന്റെ സൈസ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ ഇവ ഈ പറഞ്ഞ രണ്ട്, അതായത് നമ്മുടെ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള സിമിലാരിറ്റീസും അവ തമ്മിലുള്ള ഡിഫറൻസും നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ ക്ലാസ്സുകളും അതും ഇതുവരെ പഠിച്ചിട്ടുള്ള ക്ലാസ്സുകളുടെ റിവിഷൻ ഉൾപ്പെടെ നിങ്ങൾക്കായിട്ട് ഇതാ സൈലത്തിന്റെ വജ്ര ബാച്ചിൽ, എൻ ഗെയിം ബാച്ചിൽ നിങ്ങൾക്കായിട്ട് ഇതാ പ്രൊവൈഡ് ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ ഇപ്പം നിങ്ങൾക്ക് ഒരു 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ഒരു ഓഫറിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ക്ലാസ് മുതൽ നമ്മൾ ഇതാ റിവിഷൻ ക്ലാസ്സിലൂടെ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ എല്ലാ മക്കൾക്കും ആദ്യ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.